അത് രണ്ട് പഴുത്ത ഏത്തപ്പഴമാണ്. നമുക്ക് ഈ ഏത്തപ്പഴം കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അത് പുഴുങ്ങുന്നതിന് വേണ്ടി അടുപ്പ് വെച്ചിരിക്കുകയാണ്. അത് വേവുന്നവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ മിക്സർ ജാറിലിട്ടിരിക്കുകയാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ച് വെച്ചിരിക്കുകയാണ് ഏത്തപ്പഴം. നമുക്കിനി അതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി. അല്ലാതെ നമുക്ക് അരിപ്പൊടിയും ഏത്തപ്പഴവും എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ കുറ്റി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് അടച്ച് പീച്ചെടുക്കാം. കുറച്ച് തേങ്ങാപ്പീര കുറച്ച് മധുരം ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. തേങ്ങാപ്പീര തനിയേയും ചേർക്കാം, മധുരം ഇട്ടും ചേർക്കാം. തേങ്ങാപ്പീര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ ഏത്തപ്പഴത്തിനകത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ വാഴയിലെ തേങ്ങാപ്പീയുടെ മുകളിലോട്ട് മാവെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേവുന്നതിന് വേണ്ടി അടുപ്പേ വെക്കാം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മളതിന് വേണ്ടി വെള്ളിപ്പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഓരോന്നായിട്ട്. നമുക്ക് അടച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടത്തിലോട്ട് കുറച്ച് നെയ്യോ എണ്ണയോ തൂത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മൾ ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് വേവാനായിട്ടായി അടച്ചു വെക്കാം. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടത്തിലോട്ട് ലെയർ മാവ് ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, തേങ്ങാപ്പീരയും കൊടുക്കാം. എല്ലാം അവരവരുടെ ഇഷ്ടമാണ്. തേങ്ങ വേണമെന്നുള്ളൊരു ചേർത്താൽ മതി. ഏത്തപ്പഴം ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അല്ലാതെ തന്നെ കഴിക്കേണ്ടത്. വേറെ ഒരു കൂട്ടാനും വേണ്ട നമുക്കിത് കഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കാം. ഇടിയപ്പം എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടോടിരിക്കുകയാണ്. നമുക്കിനി ഒരു കറിയും വേണ്ട. നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് കടി നല്ല തേങ്ങാപ്പീരയൊക്കെ ഇരിപ്പുണ്ട്. ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്